ദിസ് ഇസ് മുഹസിൻ ഇസ്ഹാഖ്. വെൽക്കം ടു മൈ ചാനൽ. ഞാനിപ്പോൾ മൂന്നാറിലെ ടോപ്പ് സ്റ്റേഷനിലാണ് നിൽക്കുന്നത്. സമയം ഏകദേശം 6 മണി ആകുന്നേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മൂന്നാറിലെ കാഴ്ചകൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ടോപ്പ് സ്റ്റേഷനിലെ വ്യൂ പോയിൻ്റാണിത്. സാധാരണത്തിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല മഞ്ഞൊക്കെ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ഈ സമയമായതുകൊണ്ട് മഞ്ഞൊന്നുമില്ല. തലേ ദിവസങ്ങളിലൊക്കെ മഴ പെയ്യുകയാണെങ്കിൽ ഫുള്ള് കോട നിറഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ ഒരു സൂര്യോദയമൊക്കെ നമുക്ക് കാണാറുണ്ട്. ഇതിപ്പോൾ സൂര്യോദയം കാണാൻ പറ്റില്ല. ആ സൈഡിൽ കാർമേഘം കൂടി നിൽക്കുകയാണ്. ഇവിടുത്തെ വ്യൂ അടിപൊളിയാണ്, നമുക്കത് ആസ്വദിക്കാൻ സാധിക്കും. രാവിലെ വരണം ഇവിടെ വരികയാണെങ്കിൽ ശരിക്കും ഒരു 6 മണിയോടൊക്കെ ഇങ്ങോട്ട് എത്തിയാൽ ഈ സ്ഥലത്തേക്ക് എത്തിയാലാണ് നമുക്ക് ഈ വ്യൂ കിട്ടുള്ളൂ. കറക്റ്റായിട്ട് സൂര്യോദയം കാണാം. ഞങ്ങളിപ്പോൾ മൂന്നാറിലെ കുണ്ടള ഡാമിൻ്റെ ആ ഒരു വൃഷ്ടിപ്രദേശത്ത്, ഡാം കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് മുമ്പോട്ട് ചെല്ലുമ്പോൾ ഉള്ളൊരു ഭാഗത്താണ്. ഇവിടെ ചെറിയൊരു ഹട്ടുണ്ട്. ഏതോ ഒരു സിനിമക്കൊക്കെ വേണ്ടി സെറ്റ് ഇട്ടേക്കണമെന്നാണ് തോന്നുന്നത്. ഇവിടെ നല്ല വ്യൂ ആണ്. ഒരു വ്യൂ ആണ്. നല്ലൊരു കാറ്റൊക്കെ ഉണ്ട്, ചെറിയ കാറ്റൊക്കെ ഉണ്ട്. രാവിലെ അതിൻ്റെ പേരിലുള്ള ആ ഒരു അത് വേറെ നല്ല ആംബിയൻസാണ്.
എത്ര തവണ വന്നാലും മൂന്നാർ നമ്മളെ മനം മടുപ്പിക്കാറില്ല. അതിനൊരു കാരണം ഈ തേയിലത്തോട്ടങ്ങളാണ്. ഒരുപാട് ദൂരത്തേക്ക് നീണ്ടു കിടക്കുന്ന ഈ തേയിലത്തോട്ടങ്ങൾ എപ്പോഴും നമ്മളിങ്ങനെ മൂന്നാറിലേക്ക് മാടി വിളിച്ചുകൊണ്ടിരിക്കും. മാത്രമല്ല ഇപ്പോൾ വീശുന്നത് പോലെയുള്ള തണുത്ത കാറ്റ്. മൂന്നാർ എപ്പോൾ വന്നാലും ഒരു പ്രത്യേക ഫീലാണ്. ഇത് മൂന്നാർ മാട്ടുപ്പെട്ടി ഡാം റോഡിൽ പുതുതായിട്ട് കണ്ട, മുമ്പേ അവിടെ വന്നപ്പോൾ കണ്ടിട്ടില്ല ഈ ഒരു ഗാർഡൻ വന്നിട്ടുള്ളത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫാമിലിയായിട്ടൊക്കെ വരികയാണെങ്കിൽ ഇങ്ങോട്ട് കയറാം. സൗത്ത് ഇന്ത്യാസ് ബിഗ്ഗസ്റ്റ് കാക്ടസ് ഗാർഡൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല കാഴ്ചകളുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. 50 രൂപയാണ് ഇങ്ങോട്ടുള്ള എൻട്രി ടിക്കറ്റ്. മൂന്നാർ ടൗണിനടുത്തായിട്ടുള്ള ആട്ടുകാട് വെള്ളച്ചാട്ടത്തിലേക്കാണ് നമ്മൾ അടുത്തതായിട്ട് പോകുന്നത്. ഇപ്പോൾ ഈ സമയമായതുകൊണ്ട് വെള്ളച്ചാട്ടം ജസ്റ്റ് കാണാനേ പറ്റുള്ളൂ, കാരണം നല്ല ഒഴുക്കുണ്ട് ഇവിടെ. ആട്ടുകാട് വെള്ളച്ചാട്ടത്തിൻ്റെ പ്രധാന വെള്ളച്ചാട്ടം ഇതല്ല ശരിക്കും. ഇതിൻ്റെയൊക്കെ മുകളിലായിട്ട് മലയുടെ പുറകിൽ വേറൊരു വെള്ളച്ചാട്ടമുണ്ട്. ഞാൻ അതിൻ്റെ ഫോട്ടോ ഒക്കെയാണ് മുമ്പ് കണ്ടിട്ടുള്ളത്. പക്ഷേ ഈ സമയത്ത് ഒഴുക്ക് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് പോകുന്നത് ഒട്ടും സേഫ് അല്ല എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് തൽക്കാലം പോയില്ല. വെള്ളച്ചാട്ടത്തിൻ്റെ മുമ്പിലായിട്ട് ചെറിയൊരു ടീ ഷോപ്പുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഇരുന്നു കൊണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകളൊക്കെ നല്ലപോലെ ആസ്വദിക്കാം. അവിടെ ഒരു റിസോർട്ട് കണ്ടോ, ഒരു മലയുടെ സൈഡിലായിട്ട് ഒരു 5-6 നിലയുള്ള റിസോർട്ടാണ്. അതിൻ്റെ നേരെ താഴെയാണ് ഈ വെള്ളച്ചാട്ടം. നല്ല രസമായിരിക്കും അവിടെയൊക്കെ താമസിച്ചു കഴിഞ്ഞാൽ. നേരത്തെ ആട്ടുകാട് വെള്ളച്ചാട്ടം കണ്ടതിന് ശേഷം ഞങ്ങൾ അടുത്തായിട്ട് രാമക്കൽമേട് ലക്ഷ്യമാക്കിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ആട്ടുകാട് വെള്ളച്ചാട്ടത്തിൽ കുളിക്കാൻ പറ്റിയിട്ടൊന്നുമില്ല എന്നുള്ള വിഷമത്തിൽ വരുമ്പോഴാണ് കുഞ്ചിത്തണ്ണി എത്തുന്നതിന് മുമ്പ് ഇങ്ങനത്തെ ഒരു പാലം കണ്ടത്. അതിൻ്റെ ഇപ്പുറത്ത് വിശാലമായിട്ടിങ്ങനെ വലിയ ഒഴുക്കൊന്നുമില്ലാത്തൊരു സ്ഥലം കണ്ടു. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു ഇത് എങ്ങനെയാണ് കുളിക്കാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചപ്പോൾ ഇവിടുത്തെ ആൾക്കാർ ഒരു സ്ഥലവും കാണിച്ചു തന്നു. കുറച്ചപ്പുറത്തായിട്ട്, ഇപ്പോൾ ഈ കാണുന്നതിൻ്റെ ഒരപ്പുറത്തായിട്ട് കുളിക്കാൻ പറ്റിയൊരു സ്ഥലമുണ്ടെന്നുള്ളത് കാണിച്ചു തന്നു. അപ്പോൾ അവിടെ കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി ഞങ്ങൾ നിൽക്കുകയാണ്. ഇപ്പോൾ ഇങ്ങനെ സ്ഥലം ഒന്ന് കാണിച്ചു തരാം. ഇവിടെ നിന്ന് എവിടെ വേണമെങ്കിലും കുളിക്കാം കേട്ടോ, വലിയ ഒഴുക്കൊന്നുമില്ല. ഒരു മുട്ടറ്റം വരെയൊക്കെ വെള്ളമുള്ളൂ. ആ കാണുന്ന ഭാഗത്ത് നിന്നാണ് കുളിക്കുക. പക്ഷേ ഞങ്ങളിതിൻ്റെ അപ്പുറത്ത് കുറച്ച് ഒഴുക്കുള്ളൊരു ഭാഗത്ത് നിന്നാണ് കുളിച്ചത്. വീട്ടിൽ ചെറിയൊരു ഇറക്കം പോലെയുണ്ട്. ഈ ഒരു ഭാഗത്ത് നിന്നിട്ടാണ് ഞങ്ങൾ കുളിച്ചത്. കുറച്ച് ഒഴുക്കുണ്ട് ഇവിടെ, അപ്പോൾ അതുകൊണ്ടാണ് ഈ സ്ഥലത്ത് ഇറങ്ങിയത്. വലിയ ആഴമൊന്നുമില്ല, എന്നാൽ വലിയ പാറക്കൂട്ടങ്ങളുമില്ല. ചെറിയൊരു സ്ഥലമാണിത്. ഈ ഒരു ഭാഗത്തു നിന്നാണ് ഞങ്ങൾ കുളിച്ചത്. ആ ഒരു സ്ഥലത്ത് ചെറിയൊരു വെള്ളച്ചാട്ടം പോലെയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ ഞങ്ങൾ എടുത്തിരുന്നു. ഇവിടെ നിന്നിട്ട് കുളിച്ചത്. കാരണം ഇവിടെ നിന്നും വെള്ളം അങ്ങോട്ട് ഒഴുകി പോവുകയാണ്. അപ്പോൾ ഒഴുക്കുവെള്ളമാകുമ്പോൾ നല്ല തണുപ്പൊക്കെ ആയിരിക്കുമല്ലോ, അതിനിവിടെ ഇറങ്ങിയത്. നല്ല സ്ഥലമാണ്. കുഞ്ചിത്തണ്ണി എത്തുന്നതിന് കുറച്ച് മുമ്പാണ് ഈ ഒരു പാലം.
ആ പാലത്തിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് കുറച്ച് പോയി കഴിഞ്ഞാലാണ് ഈ സ്ഥലം. നമ്മളിപ്പോൾ രാജാക്കാട് വഴി നെടുങ്കണ്ടം വഴി ഇപ്പോൾ രാമക്കൽമേട്ടിലേക്ക് എത്തിയേക്കാണ്. ഏകദേശം വൈകുന്നേരം 4 മണി സമയമായിട്ടുണ്ട്. രാമക്കൽമേട്ടിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് 10-30 കിലോമീറ്റർ സ്പീഡിൽ വീശുന്ന കാറ്റാണ്. അതുകൂടാതെ തമിഴ്നാട്ടിലെ കൃഷിയിടങ്ങളുടെ ഒരു വ്യൂ പോയിൻ്റ് അതും നമുക്കിവിടെ കിട്ടും. വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള കാഴ്ചകളാണ് ലഭിക്കുന്നത്. കുറച്ച് ദൂരം നടന്ന് പോകേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് രാമക്കൽമേട്ടിലെ കാഴ്ചകളിലേക്ക് പോകാം. മലയുടെ മറ്റേ സൈഡിലായിട്ട് കാണുന്ന ആ ശില്പമാണ് കുറവൻ കുറത്തി ശില്പം. രാമക്കൽമേട്ടിലെ വ്യൂ പോയിൻ്റ് കൂടാതെ മറ്റൊരു പ്രധാന അട്രാക്ഷൻ കൂടിയാണ് ഈ കുറവൻ കുറത്തി ശില്പം. രാമക്കൽമേട്ടിൽ നല്ല കാറ്റുള്ളത് കൊണ്ട് രാമക്കൽമേടിൻ്റെ പരിസര ഭാഗത്തായിട്ട് കാറ്റാടിപ്പാടങ്ങളുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കുന്ന വിൻഡ് മില്ലുകളും ഒരുപാട് ഈ ഭാഗത്തുണ്ട്. വ്യൂ പോയിന്റിലേക്ക് വരുമ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ച ഈ കാണുന്നതാണ്. കമ്പം തേനി ഭാഗത്തെ തമിഴ്നാട്ടിലെ കൃഷിയിടങ്ങൾ ഇതോ ചതുരക്കല്ലുകൾ അടക്കി വെച്ചിരിക്കുന്നത് പോലെ ഈ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഭയങ്കര ഭംഗിയാണ്. ഇപ്പോൾ ചെറിയ കോട ഇറങ്ങിയിട്ടുള്ളതുകൊണ്ട് പൂർണ്ണമായിട്ട് കാണാൻ സാധിക്കുന്നില്ല. ക്യാമറയിൽ കിട്ടുന്നുണ്ടോയെന്നും അറിയില്ല. എന്നാൽ ഇവിടുത്തെ കാഴ്ച അതിമനോഹരമാണ്. രാമക്കൽമേടിൻ്റെ ഏറ്റവും ടോപ്പിലെത്തി കഴിഞ്ഞാൽ ഒരല്പം ദൂരം താഴേക്ക് ഇതുപോലെ നടന്നാൽ ആ പാറക്കല്ല് കാണുന്നിടത്ത് ഒരു വ്യൂ പോയിൻ്റ് കൂടിയുണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ കണ്ട തമിഴ്നാടിൻ്റെ കാഴ്ചകൾ കുറച്ചുകൂടി ഭംഗിയായിട്ട് നമുക്ക് കിട്ടും. ഇവിടെ നിൽക്കുമ്പോൾ നേരത്തെ മുകളിൽ നിന്ന് കണ്ട ഒരു വ്യൂവിനേക്കാൾ കുറച്ചുകൂടി ദൈർഘ്യത്തിൽ കുറച്ചുകൂടി വിസിബിലിറ്റി നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ കുറേ ദൂരം കിലോമീറ്റർ കണക്കിന് ദൂരത്തിൽ തമിഴ്നാട്ടിലെ കൃഷിയിടങ്ങൾ അടുക്കി വെച്ചിരിക്കുന്ന പോലെ, എൻ്റെ തൊട്ട് പുറകെ നോക്കിയാൽ കാണാം, അടുക്കി വെച്ചിരിക്കുന്ന പോലെയാണ് അവിടുത്തെ കൃഷിയിടങ്ങൾ. അതിൻ്റെ ഭംഗി ആസ്വദിക്കാം. സാധാരണ വലിയ കാറ്റുണ്ടാവലുണ്ട്. ഇപ്പോൾ ഈ സമയമുണ്ടെന്ന് അറിയില്ല, കാറ്റ് അല്പം കുറവാണ്. സൂപ്പറാണ്. അതുപോലെ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള റസൽ, ഷിഹാബ്, ഇത്രയും പേരും കൂടിയാണ് ഇപ്പോൾ ഇന്നത്തെ ദിവസമൊക്കെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അമ്മമാർ മുകളിലുണ്ട്. ഞങ്ങളിപ്പോൾ കുറച്ച് താഴത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ രാമക്കൽമേട്ടിലെ കാഴ്ചകൾ അവസാനിപ്പിച്ച് പതുക്കെ തിരിച്ചു നടക്കാൻ തുടങ്ങുകയാണ്. സമയം ഇപ്പോൾ ഒരു 5 മണിയായി തുടങ്ങി, ഇരുട്ടായി തുടങ്ങി. അപ്പോൾ തിരിച്ചു നടക്കുകയാണ്. സാധാരണ ഇവിടെ പുറകിൽ വരുന്ന കാഴ്ച കോട ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് കാഴ്ച കുറവാണ്, മീൻസ് കാഴ്ച കാണാൻ സാധിക്കുന്നത് കുറവാണ്. അല്ലെങ്കിൽ പകലൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപാട് ദൂരം ഇനിയും കാണാൻ പറ്റും.
സൂപ്പർ സ്ഥലമാണ് രാമക്കൽ. മുകളിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ല കാറ്റുണ്ട്. എനിക്ക് തോന്നുന്നു മുമ്പൊരു പ്രാവശ്യം വന്നപ്പോൾ ഇതിനേക്കാൾ കൂടുതൽ കാറ്റുണ്ടായിരുന്നു എന്നാണ് തോന്നുന്നത്. നേരെ മുമ്പിലായിട്ട് ക്യാമറയിൽ കാണുന്നുണ്ടോ എന്നറിയില്ല, കാറ്റാടിപ്പാടങ്ങൾ കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നല്ല കാറ്റുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. സൂര്യൻ പടിഞ്ഞാറ് ഭാഗത്തേക്ക് പതിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. രാമക്കൽമേട് വ്യൂ പോയിന്റിലെ കാഴ്ചകൾ അവസാനിപ്പിച്ച് ഞങ്ങൾ തിരിച്ചെടുക്കുകയാണ്. വ്യൂ പോയിന്റിൻ്റെ കുറച്ചപ്പുറത്തായിട്ട് ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചില്ലേ, ഒരു കുറവൻ കുറത്തി ശില്പം കൂടിയുണ്ട്. പക്ഷെ ഇപ്പോൾ സമയം അല്പം വൈകിയതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നില്ല, തിരിച്ചു പോവുകയാണ്. അപ്പോൾ രാമക്കൽമേടിൻ്റെയും മൂന്നാർ ടോപ്പ് സ്റ്റേഷൻ്റെയൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഒപ്പം ഷെയർ ചെയ്ത് മറ്റുള്ള സുഹൃത്തുക്കൾ കൂടി എത്തിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.